കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. തുലാക്കൂറിലും വൃശ്ചികക്കൂറിലും കൂടെ പെട്ട ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് വിശാഖം. സിംഹമാണ് അതിൻ്റെ മൃഗം. സിംഹത്തെ വളർത്താനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. എങ്കിൽ തന്നെ സിംഹത്തെ ആരാധിക്കുകയും മറ്റു കാര്യങ്ങളോ അതേ ശൈലിയിലുള്ള നമ്മുടെ നരസിംഹവും അങ്ങനെയൊക്കെയുള്ള വൈഷ്ണവ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ആരാധിക്കുന്നത് നല്ലതായിരിക്കും. സിംഹമാണ് വൃക്ഷം. ഗണം അസുരഗണമാണ്. പുരുഷ യോനിയാണ്. കലാകായിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ആൾക്കാരായിരിക്കും വിശാഖ നക്ഷത്രക്കാർ. കായികമായിട്ടാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും കവിതാരചനയിലാണെങ്കിലും ചിത്രരചനയിലാണെങ്കിലും ഇതിലൊക്കെ പ്രശോഭിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. ഭക്ഷണത്തോട് കൂടുതൽ പ്രിയമുള്ള നക്ഷത്രമാണ് വിശാഖം. എല്ലാ കാര്യങ്ങൾക്കും ഊർജ്ജസ്വലതയോട് പെരുമാറുന്ന ഒരു നക്ഷത്രമാണ്. എങ്കിൽ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് എടുത്തിയാടി സംസാരിക്കുക, കർമ്മ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ഒരുപാട് പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. കുടുംബത്തോട് അത്യന്തം സ്നേഹമുള്ള ഒരു നക്ഷത്രം കൂടാണ് വിശാഖ നക്ഷത്രം. എന്നാൽ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനും കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുവാനുമുള്ള ഒരു ബാധ്യതാവസ്ഥ ഉണ്ടാകാനുള്ള അവസ്ഥ കൂടെ വിശാഖ നക്ഷത്രത്തിൽ കാണുന്നുണ്ട്. ആ വിശാഖ നക്ഷത്രത്തിൽ ആചാര്യന്മാർ പറയുന്നത് സ്വയാർജിത സ്വഭാവത്തോട് ധനമുണ്ടാക്കി ജീവിക്കണമെന്നാണ്. സ്വന്തം സ്വപ്രയത്നത്താൽ ധനം ഉണ്ടാകാനുള്ള യോഗാവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും വിശാഖ നക്ഷത്രത്തിന് യോഗമുള്ള അവസ്ഥയാണ്. വിവാഹ ബന്ധങ്ങൾക്കും ഒന്നോ അതിൽ കൂടുതലോ വിവാഹ ബന്ധങ്ങൾക്കും സാമാന്യേന യോഗം, അത് ഗ്രഹനിലയൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. സാമാന്യേന യോഗം, ഏതെങ്കിലും ഒരു ബന്ധം മാറിപ്പോയി മറ്റൊരു ബന്ധത്തിലേക്ക് ഉൾക്കൊള്ളാനും അങ്ങനെയൊക്കെയുള്ളൊരു യോഗം കൂടുള്ള ഒരു നക്ഷത്രമാണ്. ഭക്ഷണപ്രിയരും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിലും അതിഥി സൽക്കാരത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് വിശാഖ നക്ഷത്രത്തിൽ പിറന്നവർ. അത്യധികം ആൾക്കാരുമായിട്ട് സുഹൃത്തുക്കൾക്കുമായും ബന്ധുക്കൾക്കുമായിട്ട് ഒരുപാട് സമയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെലവഴിച്ച് അവരെ സഹായിക്കാനും മറ്റു കാര്യത്തിനുമൊക്കെ ഊർജ്ജസ്വലത കാണിക്കുന്ന നക്ഷത്രം കൂടാണ് വിശാഖ നക്ഷത്രം. അന്യദേശത്ത് വസിക്കാനും കടലോര പ്രദേശത്തോ അല്ല ജലസംബന്ധമായിട്ടുള്ള പ്രദേശത്ത് വസിക്കാനും ഇവർക്ക് ഭയങ്കരധികം താല്പര്യമുള്ളതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ നേരത്തെ തന്നെ വിവാഹം കഴിക്കാൻ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-21 വയസ്സിനുള്ളിൽ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ട്. ഗ്രഹനിലയിൽ കുഴപ്പങ്ങളോ മറ്റു കാര്യങ്ങളോ ദോഷങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ 23, 27, 31 വയസ്സൊക്കെ സാമാന്യേന വിശാഖ നാളിന് വിവാഹത്തിൻ്റെതായിട്ടുള്ള യോഗമാണ്. ആ സമയത്ത് വിദേശയാത്രയ്ക്കുള്ള യോഗാവസ്ഥ കൂടെ ഉണ്ട്. അല്ലാച്ചാൽ അന്യദേശവാസത്തിനുള്ള യോഗം. അതുപോലെ തന്നെ സ്വപ്രയത്നം കൊണ്ട് മുമ്പേ പറഞ്ഞ പോലെ ഭൂമിയോ ധനമോ വാഹനമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വാഹനം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കാണുന്നുണ്ട്. അത് തന്നെയുമല്ല പിതൃകർമ്മത്തിനുള്ള യോഗമുള്ള നക്ഷത്രം കൂടാണ് വിശാഖ നക്ഷത്രം. പിതൃകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃവിൽ നിന്നും അനുഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളും അല്ലെ പിതൃ സ്വത്ത് അനുഭവയോഗ്യമാക്കാനോ പിതൃവിൻ്റെതായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അനുഭവയോഗ്യമാക്കാനോ വിശാഖ നക്ഷത്രത്തിന് നല്ലൊരു കാര്യം കൂടാണ്. വിശാഖ നക്ഷത്രത്തിന് അങ്ങനെ ഉള്ള സാധ്യതാവസ്ഥ കൂടുതലാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത്. അതിനായിട്ട് സഹസ്രനാമങ്ങൾ ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ലളിത സഹസ്രനാമം ജപിച്ചാൽ തന്നെ ശിവനെ കൂടെ അറിഞ്ഞിരിക്കണമെന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഓം നമഃശിവായം കൂടെ ജപിച്ചെങ്കിൽ മാത്രമേ ലളിതാ സഹസ്രനാമം ജപിച്ചിട്ട് പറയാനുള്ളൂ. എൻ്റെ അടുക്കൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ലളിത സഹസ്രനാമം ജപിക്കാറുണ്ട്, പക്ഷേ ഒരു പ്രയോജനവും കിട്ടുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫലമാണെങ്കിൽ അവരുടെ ഗ്രഹനിലയൊക്കെ പരിശോധിച്ച് കവടി വെച്ച് നോക്കി ഏത് രീതിയിലാണ് സഹസ്രനാമം ജപിക്കേണ്ടതെന്ന് ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിച്ചതിന് ശേഷം വിശാഖ നക്ഷത്രത്തിന് എങ്ങനെ ജപിച്ചാലോ ഏത് സമയത്ത് ജപിച്ചാലോ ആണ് പ്രയോജനം ഉണ്ടാകുന്നതെന്നും നോക്കി അങ്ങനെ ഉത്തമമായ രീതിയിൽ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഫലമേ ഉണ്ടാവുള്ളൂ, ഒരു ദോഷവും ഉണ്ടാകത്തില്ല. ഉത്തമമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വിശാഖ നക്ഷത്രത്തിന് കഴിയുമെന്നാണ് ആചാര്യമതം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.